എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. എന്നാൽ ഇതെന്ത് റെസിപ്പിയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. നമ്മുടെ വീട്ടിൽ വാങ്ങിക്കാറുള്ള ഒരു കിഴങ്ങ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുത്തത്. ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണ്. അപ്പോൾ നമ്മൾ വൈകിട്ട് കുട്ടികൾക്ക് ഇത് പുഴുങ്ങിയിട്ടൊക്കെ കൊടുക്കാറില്ല. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറില്ല. നമ്മൾ കിഴങ്ങ് പൊരിച്ചിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തി ചെറിയൊരു വ്യത്യസ്ത രീതിയിൽ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഈ ഒരു നീളത്തിലാണ് കേട്ടോ ഞാനിത് മുറിച്ചെടുക്കുന്നത്. നമുക്ക് എത്ര കനം കുറച്ചിട്ട് ഇത് മുറിക്കാൻ പറ്റും അത്രയും കനം കുറച്ചിട്ട് മുറിക്കുക. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ട് ഒരു കറി ഉണ്ടാവും. അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കാണില്ല, അതിൻ്റെ കറയൊക്കെ പോയിട്ടുണ്ട്. ഇതാ നല്ല രീതിയിൽ ഇപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂണ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ 1 ടീസ്പൂണ് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ കിഴങ്ങൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചധികം മസാല ചേർത്തിട്ടല്ലേ ഉണ്ടാക്കാറ്, കുറച്ചധികം മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കാറ്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു കോട്ടിങ് മാത്രമേ വേണ്ടൂ കേട്ടോ. ജസ്റ്റ് എല്ലായിടത്തും എത്തുന്ന ആ രീതിയിൽ മതി. ഓവറായിട്ട് മൈദയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് 1/2 മണിക്കൂറിന് ശേഷം ഇത് നല്ല രീതിക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേഗം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് കുറേശ്ശെയായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വേഗം ഇത് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിലെല്ലാം നമ്മൾ ആക്കുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 1ാമത്തെ സെക്ഷൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിഴങ്ങ് അധികം ഇങ്ങനെ പുഴുങ്ങിയിട്ടൊക്കെ അല്ലേ കുട്ടികൾക്ക് കൊടുക്കാറ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും. ഇതാ കണ്ടില്ലേ, നല്ല ക്രിസ്പി മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി കിഴങ്ങൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റൊക്കെ എന്നോടൊന്ന് പറയണേ. അപ്പോൾ ഞാനിതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേ കുട്ടികളൊക്കെ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് ഓരോന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത് നല്ല ക്രിസ്പിയാണെന്ന് മനസ്സിലായില്ലേ. ഞാനിതൊന്ന് പൊളിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവുമായിരിക്കും. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ ചക്ക ചിപ്സൊക്കെ നമ്മൾ ഉണ്ടാക്കാറില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് എരിവൊക്കെ കുറച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ക്രിസ്പിയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരേക്കും ബൈ.